വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ് അത്. ഇത്രയും ഉന്നതമായ ഒരു ബിരുദത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വിദ്യാർത്ഥി ജാതി വിവേചനം നേരിടുന്നതിന്റെ ഭാഗമായിട്ട് വളരെയധികം മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. ഞാൻ ഇന്നാണ് അതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയത്. ഈ വിദ്യാർത്ഥിയുടെ എംഫിൽ ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ അയാൾക്ക് സംസ്കൃതം അല്ലെങ്കിൽ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപികയാണ്. ആ അധ്യാപികയുടെ ശിക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് എംഫിലിന് അദ്ദേഹം പ്രബന്ധം തയ്യാറാക്കിയത്. അത് സർട്ടിഫൈ ചെയ്തു കൊടുത്ത അധ്യാപിക ഇപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയില്ല എന്ന് പറയുന്നത് തീർച്ചയായും വിരോധാഭാസമാണ്. അത് ബോധപൂർവം കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ടൂൾസ് അല്ല അധ്യാപകർ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇടപെടും. ഇന്നാണിപ്പോ ഇതിന്റെ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പരിശോധിച്ച് വേണ്ടത് ചെയ്യും. നാളെ ഇതുവരെ ഇല്ലാത്ത നടപടികളാണ് HODയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ. ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് വിദഗ്ധർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രബന്ധത്തെ സംബന്ധിച്ച്, അത് എഴുതിയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു HOD, അതും അദ്ദേഹത്തിന്റെ എംഫിൽ ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അധ്യാപിക വളരെ വികലമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് ഒരു അധ്യാപിക എന്ന നിലയിലും ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും ഒക്കെ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. പിന്നെ അത് വൈസ് ചാൻസലർ അംഗീകരിച്ചതായും പറയുന്നു. കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടന്നു വരുന്ന ചില വിശുദ്ധമായ നീക്കങ്ങളുടെ ഒരു അടയാളമായിട്ട് നമുക്ക് ഈ ഇടപെടലുകളെ കാണാൻ സാധിക്കും. വളരെയധികം പാടുപെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം ഒരു PhD പ്രബന്ധം സാധ്യമാവുക എന്നുള്ളത്, അതിന് പിന്നിൽ ഒരുപാട് വിയർപ്പൊഴുക്കി പഠിച്ചാണല്ലോ കുട്ടികൾ അത് തയ്യാറാക്കുന്നത്. കേവലം രാഷ്ട്രീയവും ജാതീയവുമായിട്ടുള്ള വിവേചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരിശ്രമത്തെ തള്ളിക്കളയുക അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും തന്നെ അധ്യാപകർക്ക് ഭൂഷണമായിട്ടുള്ള പ്രവൃത്തിയല്ല. തീർച്ചയായും അതിൻ്റെ അണിയറ രഹസ്യങ്ങൾ പരിശോധിച്ചേ തീരൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം.